ഈ ഓണത്തിന് എന്തുമാതിരി പരിപാടികളാ ടിവിയില്. ദാ മമ്മൂട്ടിന്റെ ഒപ്പരം വഞ്ചിയിലൊരു യാത്ര, മോൻ എങ്ങോട്ടൊക്കെ മോഹൻലാലിന്റെ ഒപ്പരം കാട്ടിൽക്കൊരു ഓണയാത്ര, മഞ്ജു വാര്യര് സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുത്ത വിസല്ലാത്ത പച്ചക്കറികളില്ലേ അതിനെ കൊണ്ട് സദ്യ. പിന്നെ നമ്മളെ സോളാർ കേസിലുണ്ടായിരുന്ന ഹരിതാ നായരില്ലേ, മുപ്പത്തിന്റെ തിരുവാതിര. എല്ലാം കൂടെ എങ്ങനെ കണ്ടു നിൽക്കൂ? ഒക്കെ ഒരേ സമയത്ത് പല പല ചാനലില്. ഓണായിട്ട് ടിവിന്റെ മുന്നിൽ തന്നെ ഇരുന്നിട്ട് തിന്നാനൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ തനിക്കോണങ്ങൾ കാണും. ഇവിടെ ചവിട്ടുനാട നടക്കും, കേട്ടിക്കോ. ഇങ്ങോട്ട് കൊണ്ട് ഒന്നോ ഈ സമയത്ത് ടിവിയിലുണ്ടല്ലോ MLA-മാരെ പുലിക്കളി നടക്കുക. അത് കാണാണ്ട് ഞാൻ എന്തേത് അവിടെ വന്ന് നിക്കണേന്നറിയോ? ഇല്ല, എന്തേനു? കറണ്ട് പോയി, അതുകൊണ്ട്. ഓണായിട്ട് വെളിച്ചം പോലെ തരാത്തൊരു സർക്കാർ. എന്റെ ഉമ്മച്ചിയെ, ഓണായിട്ട് എന്താണ് ഉണ്ടാക്കാൻ പോണ്? എന്തേത് അപ്പ ഉണ്ടാക്കണ്ടേ? അല്ല, കച്ചറ ഉണ്ടായിക്കോളി. അതാകുമ്പോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, എപ്പോഴും ഉണ്ടാക്കണല്ലേ. ഓണത്തിന് എന്താ സ്പെഷ്യൽ എന്ന് പറയുമ്പോ? ഉപ്പ കോയിനെ മായം കൊണ്ടുവന്നാ ബിരിയാണി ഉണ്ടാക്കി തരും. ഓണായിട്ട് കോഴി ബിരിയാണി വേണ്ടുമ്മ. നമുക്ക് സദ്യ ഉണ്ടാക്കാം. ഓലനും കളനും അവിയലൊക്കെ ആയിട്ട് നല്ല വാഴയിലും ഉണ്ടെന്ന് സദ്യ. കഴിച്ചാലോ? ആ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പാടാണ് മോളെ, എന്നെ കൊണ്ടാവൂല. ദാ കറണ്ട് വന്നിരിക്കും, കൊറേ പണിയുള്ളതാ. എന്ത് ടിവി കണ്ടേ ചാനലുകാര് കഷ്ടപ്പെട്ട് ഓരോരോ പരിപാടികൾ പിടിച്ചിട്ട് ഞമ്മളെ കാണാണ്ടെന്ന് ആർക്കായിട്ട് മോശോ? ഞമ്മക്ക്. ഉമ്മച്ചിയെ, സദ്യ ഉണ്ടാക്ക പ്ലീസ്. മോനെ, മഞ്ജുവാര ഉണ്ടാക്കണ്ട് സദ്യ ടിവിയില്, അത് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും. എന്റെ ഉമ്മ എന്നാലും ഒരു പായസം ഉണ്ടാക്കി തരും. അതുണ്ടാക്കണ്ട്. ജയസൂര്യയും ഭാര്യയും കൂടി മീഡിയ 1 ചാനലില്. ഈ ടിവിയിൽ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? മലയാളീന്റെ ഓണെന്ന് പറഞ്ഞാല് ടിവിയിൽ നോക്കി കുത്തിരിക്കലാണ് മോളെ. ഈ കറണ്ട് ഏട് പോയി? കറണ്ട് ഇതൊക്കെ കണ്ട് മനഃപൂർവ്വം വരാണ്ടിരിക്കുന്ന. കറണ്ടിന് എന്തേ ആരെങ്കിലും ചവിട്ടി താത്തിയോ? പണ്ട് ഞമ്മളെ മാവേലിനെ വാനരൻ ചവിട്ടി താത്തിയോണോ? വാനരനല്ലുമ്മ, വാമനൻ. വാമേനെ വാനര വാനര. ആ അയാളെന്നെ, ഞമ്മളാ പൂണൂലും കൊടയും ഒക്കെ ആയിട്ട് വരുന്ന ആള്. അതന്നെ. ഈ കറണ്ട് എന്തേതാ വരാത്ത? MLA-മാരെ പുലികൾ ഇപ്പൊ കഴിഞ്ഞിണ്ടാവും. അല്ല, ഇപ്പൊ നാളെ കാണാനും വെച്ച്. നാളെ നിയമസഭ ഉണ്ടല്ലോ. ഈ ടിവി കണ്ടുപിടിച്ചവനെ കയ്യിൽ കിട്ടിയുണ്ടല്ലോ. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരും ഉണ്ടില്ല. അരി അടുപ്പത്തിട്ടിട്ടു കൂടിയില്ല. ആരാണ്? ഹാപ്പി ഓണം മാഡം, ഞാൻ ECEC കമ്പനിന്നാ. ഇതാണ് ഞങ്ങളുടെ പുതിയ പ്രൊഡക്റ്റ്. എനിക്ക് ഇതിനുള്ള സമയമൊന്നുമില്ല, ഒരുപാട് പരിപാടികളുണ്ട്. തിരക്കിലാണോ മാഡം? പരിപാടികളൊക്കെയല്ല, ടിവിയില് അതൊക്കെ കാണണം. ഇപ്പൊ തന്നെ മാമുക്കോയ കല്ലുമക്കായി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ക്ലാസ് എടുത്തോണ്ടിരിക്കുക ടിവിന്റെ അകത്ത്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകളും ഓണവുമായി ബന്ധപ്പെട്ടതാണ്. കുക്കിംഗ് ഈസി ആക്കുകയാണ് ECEC കമ്പനിയുടെ ലക്ഷ്യം. ഈ പ്രൊഡക്റ്റ് പാക്കറ്റ് പൊട്ടിച്ച് വെറുതെ ചൂടുവെള്ളത്തിലിട്ടാ മതി. നിമിഷ നേരം കൊണ്ട് സാമ്പാർ റെഡി. ഒന്നാം തരം ഇൻസ്റ്റന്റ് സാമ്പാർ. അതെ മാഡം. പിന്നെ ഈ പൗഡർ, ഇത് പൊട്ടിച്ച് അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി. തേങ്ങാ ചമ്മന്തി റെഡി. അത് നല്ല പരിപാടിയാണല്ലോ. ഈ പാക്കറ്റ് പൊട്ടിച്ച് ചൂടുവെള്ളത്തിലിട്ടാൽ സ്വാദിഷ്ടമായ അവിയൽ റെഡി. പക്ഷെങ്കിൽ വെള്ളം നമ്മൾ ചൂടാക്കണ്ടേ? അതെ അതെ. പാക്കറ്റ് പൊട്ടിക്കുമ്പോൾക്ക് തിന്നാൻ പാകത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്റെ കയ്യില്? ഇത്രയും കണ്ടുപിടിച്ചല്ലോ മാഡം ഞങ്ങളുടെ ECEC കമ്പനി. അല്പം ചൂടുവെള്ളം തിളപ്പിക്കുന്ന പാടല്ലേ ഉള്ളൂ. ആണി, എന്നാലും കൊറേ പരിപാടി ഉള്ള എനിക്കൊണ്ടാ. അത് ടിവിയിലല്ലേ മാഡം. ആണി, മാഡത്തിന് എന്തെങ്കിലും വേണോ? ഇഞ്ച കെട്ടിയോ മന്നിയില്ല. മൂസക്കായി അറിയാൻ എന്തെങ്കിലും വാങ്ങിയണ്ടല്ലോ. പിന്നെ അത് മതി എന്നെ ഡിവോഴ്സ് ചെയ്യാനി. ഓണല്ല മാഡം, ഇൻസ്റ്റന്റ് പായസം മിക്സ് ഉണ്ട്. പാക്കറ്റ് പൊട്ടിച്ച് ചൂടുവെള്ളത്തിലിട്ടാ മതി, പായസം റെഡി. എന്നാലും ചൂടല്ല ഉണ്ടാക്കണ്ടേ? എനിക്ക് 100 കൂട്ടം പരിപാടികളുണ്ട്. ടിവിയിലല്ല മാഡം. ശരി മാഡം, ഹാപ്പി ഓണം. ഭക്ഷണം വാരി കൊടുത്താ ചവയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാർ. എന്തോ പഠിച്ചോനെ. മോളെ, ഒരാൾ നേരം വെളുത്തത് തൊട്ടിട്ട് ആ ടിവിയുടെ മുമ്പിലാ. ആര്? നിങ്ങളെ കെട്ടിയോൾ അല്ലാണ്ട് ആരാ? എന്റെ കെട്ടിയോളെന്ന് പറഞ്ഞാ എന്റെ ആരാ? ഉമ്മച്ചി. അങ്ങനെ പറഞ്ഞാ പോരെ? എന്റെ ഉപ്പച്ചേ, ചായന്റെ വെള്ളം ചോദിച്ചാ കൂടി തരുന്നില്ല. ഓണായിട്ട് സദ്യ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അതിനും വയ്യ. ടിവിയിൽ ഓരോരോ സിനിമക്കാര് ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അതൊന്നും നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ. എന്തപ്പോൾ ചെയ്യാ? ഡൈവോഴ്സ് എന്നാ നല്ലേ? വേണ്ടി വരൂ. അല്ല, എപ്പോഴും ടിവിന് മുന്നിലുള്ളത്. റിസ്വാനെ, ഒരു ഐഡിയ ഉണ്ട്. ഇവിടെ ഫീസ് അങ്ങോട്ട് കുരിക്കാള്. അതൊരു ഉഗ്രൻ ഐഡിയ. ഞാൻ രാവിലെ തൊട്ട്
സഹിച്ചുകൊണ്ടിരിക്കുക. അന്റെ ഉമ്മാക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഒരു പണി കൊടുക്കണം. ഇപ്പൊ വരും ഹാലിളകിയിട്ട് പോയി ദാ വന്ന്. കറണ്ട് പോയി. കുഴപ്പമില്ല, ലീല പായസത്തിൽ കടുക് വർഗിട്ടതേ ഉള്ളൂ, അന്നപ്പോഴേക്കും കറണ്ട് പോയി. വെറുതെ അല്ല, പായസത്തിൽ ആരെങ്കിലും കടുക് വറുത്തിട്ടടി. ഇതുണ്ടല്ലോ സ്പെഷ്യൽ മസാല പായസായിനു. അല്ല ആട്ടെ, ഓണായിട്ട് എന്താ ഉണ്ടാക്കണേ? നിങ്ങൾ കോയിനെ വാങ്ങിക്കോ. കോയോ? ഓണത്തിനോ? പിന്നല്ലാണ്ട് നമ്മൾ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കൂ. ഓണായിട്ട് ബിരിയാണിയോ? ആ, കോഴിക്കോട്ടുകാർക്ക് ഓണത്തിനും വിഷുവിനും ഒക്കെ ഇറച്ചി നിർബന്ധ. എന്നാലേ ഞമ്മക്ക് ആ നിർബന്ധമില്ല. ഞമ്മക്കൊരു ഓണസദ്യ വേണം, പച്ചക്കറി മാത്രം മതി. പച്ചക്കറിയിലൊക്കെ വിഷാണേ. നിരുപമന്റെ അടുത്ത് മാത്രമേ നല്ല പച്ചക്കറി ഉള്ളൂ. അതാരത്? വിലാസിനടുത്തിന്റെ മോളാ? അല്ല, മഞ്ജു വാര്യര്. നിന്റെ പാത്തൊന്ന് സഹകരിക്ക്. ഈ കാളനും അവിയിലും ഓലനൊക്കെ കൂട്ടി കാലം മറന്നടോ. ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല. പാത്തുവോ, ഓണം നമ്മളെ ദേശീയോത്സവ. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഓണത്തിനൊരു ഇതുള്ളൂ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടൂല. നമ്മള് സഹായിക്കൂല്ലേ മോളെ? നാം ആണെങ്കിലൊന്ന് ആലോചിക്കാം. ഉമ്മ പായസം ഉണ്ടാക്കണേ. ഹോ, ആ എക്സിക്യൂട്ടറിന്റെ അടുത്ത് നാ പാക്കറ്റ് വാങ്ങിയില്ല. പായസത്തിനൊക്കെ നല്ല പണിയാ. പണിയണം പാത്തുവോ, അല്ലാണ്ട് വെറുതെ ഒരു സാധനം കിட்ட ഉണ്ടായിട്ട് വരൂല. അന്റെ ശരീരമൊക്കെ ഒന്ന് അനങ്ങട്ടെ. സമ്മതിച്ച്. റസിയ, ഈ തേങ്ങ ചെറുകണം. നിങ്ങൾ പച്ചക്കറി ഓ നമ്മളേറ്റ്. അല്ല, ഇമ്പക്കൊരു പൂക്കളിടണ്ടേ? പിന്നെ ഓണത്തിന് പൂക്കളം വേണ്ടേ? റിസ്വാനെ, ഞമ്മക്ക് ഓണം ആഘോഷിച്ചു തന്നെ കാര്യം. പൂപ്പറിക്കാൻ പോരുമോ പോരുമോ? ആരെ നിങ്ങൾക്ക് ആവശ്യം മതി രാവിലെ. റിസ്വാനെ, ഞങ്ങൾക്ക് ആവശ്യം മതി രാവിലെ. ഉപ്പച്ചക്കറി ചടപ്പിക്കാൻ കേട്ടോ. പൂ പറിക്കാൻ പോവാ, നിങ്ങള് വാ. എന്നാ പിന്നെ നിങ്ങൾ പോയിട്ട് കറീന്റെ കാര്യം നോക്കിക്കോളി, നമ്മൾ പൂ പറിച്ചിട്ട് വരാം. വാടാ. പൂപ്പറിക്കാൻ പോരുമോ? ഒരു പൂവും കാണുന്നില്ലല്ലോ റിസ്വാനെ. ഈ ഒരു പണി, ഈ വൈക്ക് പൂതെടുപ്പിക്കോ, നമ്മൾ ഈ വൈക്ക് പോവാം കേട്ടോ. അവിടേക്ക് ഉണ്ടെങ്കിൽ പറിച്ചാള്. അരിപ്പൂവൊക്കെ ഉണ്ടാവും ചിലപ്പോ. കാണുന്നില്ല. എവിടെയുണ്ട് വേമ്പരി? ഇതോണ്ടാ പൂക്കളടല് എന്തേ താണ്ട. വേറെ പോയി നോക്ക്, അതൊന്നും പോരാ. ഇപ്പോഴത്തെ കാലത്തെ പച്ചക്കറിയാ നല്ലോണം കേൾക്കണം. ഇങ്ങോട്ടേക്ക്. പിന്നുണ്ടല്ലോ റസിയ, കറണ്ട് ഉണ്ടെങ്കിലേ അരയ്ക്കാൻ പറ്റുള്ളൂ. അവിയലും കാളിനും ഒക്കെ ആണെങ്കിൽ മിക്സ് വേണം, കറണ്ട് ഇല്ല. അതിന് കറണ്ട് വന്നാലും ടി വി കാണാൻ പോലെ ഇല്ല. ഇപ്പൊ ചെയ്തു തുടങ്ങിയപ്പോ നല്ല രസമുണ്ട്. സ്വന്തം കൈ കൊണ്ട് വെച്ചുണ്ടാക്കി തിന്നണ ഒരു രസം തന്നെ. ആരെങ്കിലും ടി വിയിൽ വെച്ചുണ്ടാക്കിയാൽ ഞമ്മക്ക് കിട്ടുവോ? അപ്പൊ കറണ്ട് വന്നാ ഉമ്മ ടി വി കാണാൻ പോലല്ലോ. സത്യം. കറണ്ട് വന്നാല് അവിയലിന് ഒതുക്കണോ, പായസത്തിന് ഏലക്ക പൊടിക്കണോ, കാളിന് തേങ്ങ അരക്കണോ, 100 കൂട്ടാൻ പരിപാടി ഉണ്ടാകുന്ന പോളോ കറണ്ട് വരും. അങ്ങനെ എനിക്കറിയാം. എനിക്കിപ്പോ അങ്ങനെ തോന്നി. എന്റെ ഇത്തരം തോന്നലുകൾ തെറ്റാറില്ല. കുട്ടി കഴുകൂ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടേറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുഞ്ഞാവി മാമുണ്ടി ചാഞ്ചാടി, കുഞ്ഞോളെ കുഞ്ഞാളി മാമുണ്ടി ചാഞ്ചാടി. എന്താ മൂസ ഇവിടെ തെരഞ്ഞെടുക്കണത്? ഒന്നുമില്ല സോമേട്ടാ, ഓണക്കല്ലേ, കുറച്ച് പൂക്കളൊക്കെ തേടി ഇറങ്ങിയതേനി. അപ്പൊ ഇത് ദുനിയാവിലാണെങ്കിൽ ഒറ്റ പൂവില്ല. അത് ശരിയാ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എന്തുമാത്രം പൂ പറിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ കണി കാണാൻ ഒരു പൂ കിട്ടാനുണ്ടോ? എന്തായാലും പൂക്കളം പരിപാടി വേണ്ടാ നിക്ക, അല്ലാണ്ട് വേറെ മാർഗമില്ല. എന്തിന്? മാർക്കറ്റിൽ പൂക്കളം വാങ്ങാൻ കിട്ടില്ലേ? പൂക്കളം വാങ്ങാൻ കിട്ടൂ? അതേനെ, പ്ലാസ്റ്റിക്കിന്റെ ഡിജിറ്റൽ പൂക്കളം. ഒരു 3 അടി നീളത്തിലുള്ള ഷീറ്റാ. അതങ്ങ് മുറ്റത്ത് വിരിച്ചിട്ടാ ഒറിജിനൽ പൂക്കളം വരെ മാറി നിൽക്കും. നിങ്ങൾ വാങ്ങിയോ? ഹേയ് ഇല്ല, 500 രൂപയാ. എന്റെ വീട്ടിൽ പഴയൊരു ടേബിൾ ഷീറ്റ് ഉണ്ടായിരുന്നു, നിറച്ചും പൂക്കളാ. അതങ്ങ് മുറ്റത്തേക്ക് വിരിച്ചിട്ടു. അതാണ് എന്റെ പൂക്കളം. അതും സാറായിക്കണം.
അപ്പൊ ഹാപ്പി ആണോ? ആ ഹാപ്പി ആണോ? പൂവും തപ്പിയാർന്ന് സമയം കളയണ്ട. ഇല്ല ഇല്ല ഹാപ്പി ആണോ? എന്തെന്നായത് ഉപ്പച്ചേ, ആ ഒരൊറ്റ പൂ നോക്കിട്ട് കിട്ടാനില്ല. ഉം. മാർക്കറ്റിൽ പോയിട്ട് പൂ വാങ്ങി ഞാൻ വന്നാലോ? മാർക്കറ്റിൽ പോയിട്ട് കായും കൊടുത്ത് പൂ മേടിക്കണമെങ്കിലേ ആദ്യം നമ്മൾ ലോൺ അപേക്ഷിക്കണം. അമ്മാരി ബലയാണ്ടേ പൂവിന്. ഓണായിട്ട് അത്തപ്പൂക്കളില്ലാണ്ട് ഒരു ഉഷാറില്ല. ആ ഈ ഒരു പണി പെരയിൽ സ്കെച്ച് പെന്നില്ലേ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഒരു പേപ്പറിൽ പല കളറിൽ ഡിസൈൻ ചെയ്യാം. എന്നിട്ട് അത് മുറ്റത്ത് വെച്ചാൽ മതി. ഇന്നത്തെ കാലത്ത് ഇപ്പൊ അതൊക്കെ പറ്റുള്ളൂ. കമ്പ്യൂട്ടറിന്റെ പൂക്കളെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും, പക്ഷെ അതിനൊക്കെ ഭയങ്കര വിലയാ. അതൊന്നും വേണ്ട, ഞമ്മക്കിത് മതി. എന്നാ ഞാൻ പോയി പൂക്കളം ഡിസൈൻ ആ ചെയ്യാം. ശരി ആയിക്കോട്ടെ. ഞാൻ 2 മീനും കൂടി വിട്ടിട്ട് വരാട്ടാ. ആ പൂവില്ലാത്ത ഓണക്കാല. അല്ല മോനെ, ഇങ്ങനാണെങ്കിലേ ഉച്ചക്ക് സദ്യ ഉണ്ടാൻ വരുമ്പോ വായലേന്റെയും ചോറിന്റെയും കറീന്റെയും ഒക്കെ ചിത്രം വരച്ചാ പോരെ. പൂവടി ഒന്നും ഇല്ലേറ്റല്ലേ പത്തുവോ? ഇനി ഒരു ഊഞ്ഞാലുടിക്കട്ടെ. ആ അല്ല, ഒറിജിനൽ ഊഞ്ഞാലാണോ അല്ലെങ്കിൽ ഇങ്ങനെ ചിത്രം വരച്ചേക്കാനാണോ? ഒറിജിനൽ ഊഞ്ഞാല് തന്നെ. ഉം. പറ്റിയൊരു മരം നോക്കണം. അല്ല ഇത്താത്ത കാറ് ദൂരെ കിട്ടിക്കില്ല നിങ്ങക്ക്? റസിയ, എന്താ ചെയ്യാ? ഓനാട്ടം കണ്ടോ? ഓനാടുമ്പോളേ കുട്ടി സ്രാങ്കൊക്കെ ആടും പോലെ. സർക്കസൊക്കെ കളിക്കുന്നതാ. ഇനി ഞാൻ നിർത്ത്. എനിക്ക് പോയിട്ട് അടുക്കളയിൽ പണി ഉണ്ടാവുണ്ടോ? എന്നാ മോനെ ഉമ്മാനെ 2 റൗണ്ട് അടിച്ചിട്ട് ഉമ്മാനായിട്ട് വിട്ടാ നമുക്ക് ആടെ ഇറങ്ങിവിട്ട് ഇറങ്ങി ആട്ടിക്കൊടുക്കും ഉമ്മാനെ. ഉമ്മാനെ ആട്ടിക്കൊടുക്കും. ശരിക്കും പിടിച്ച് കുത്തിയാ ആട്ടിക്കൊടു. കണ്ണൊക്കെ തോന്നുന്നു. നല്ല ഹരിണ്ടി. അല്ലേ, ഈ മാവേലിയാണോ ഊഞ്ഞാല് കണ്ടുപിടിച്ചേ? റിസ്വാനെ നിർത്ത്. അതുകൊണ്ടാണോ നമ്മൾ ഓണത്തിന് ഇങ്ങനെ ഊഞ്ഞാലാടുന്നേ? അനക്കേ ഊഞ്ഞാലാടാനുള്ള യാതൊരു യോഗ്യതയില്ല. എന്തോ മാവേലിയാണും പോലെ ഊഞ്ഞാല് കണ്ടുപിടിച്ച് എന്താ ഉമ്മച്ചിയെ? മാവേലിയല്ലേ? അനക്കൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ അടുക്കള പോയിട്ട് പണിയെടുക്കാൻ നോക്ക്. ചെല്ല്. അതാണ്. മോള് കയറിക്കോ, അയ്യോ. മോള് കയറിക്കോ, അങ്ങോട്ട് കയറി. റിസ്വാനെ ആട്ടി കൊടുക്ക്. കിട്ടി. ബാമനെ, അയാളല്ലേ? മാമനല്ല മോഹനാ. പോടി അവിടുന്ന്. അയാളും അല്ലേ? ആട്ടിക്കൊടു. പിന്നെ ആരാ? അങ്ങനെ ബാമനും അല്ല. എങ്ങനെ നല്ല രസമുണ്ട്. വളക്കല്ലടാ, വളക്കാണ്ട് ആട്ടിക്കൊടുക്ക്. വളക്കില്ലടാ. നേരാട്ടറാ. നേരെ സെറായില്ലേ? ഇനി ഒന്ന് ഉപ്പ് അടുത്ത മോളെ. അടുക്ക്. ആടണോ? ഇനി ഒന്ന് ഉപ്പ് ഉപ്പ് ആട്ടിയിട്ട് അങ്ങ് ആടട്ടോ. റിസ്വാനെ ഒന്ന് ആട്ടിവിട്. പഴയ കാലത്ത് ആടിയതാണ്. അങ്ങനെ ഇത് എമ്മേറ്റി ഒന്നല്ല. ഊഞ്ഞാലാണല്ലേ മോനെ? വിമാനത്തിലൊക്കെ കയറുമ്പോലുണ്ട്. അല്ല അതിന് ഉപ്പച്ചിപ്പണി വിമാനത്തിൽ കയറി. അല്ല ഞമ്മളൊന്ന് ഏകദേശം ഊഹിച്ചതാണേ. ഉപ്പാപ്പാ, നിങ്ങൾ ഈ വർഷം ഓണക്കോടി വാങ്ങി തന്നില്ല കേട്ടോ. ഓണക്കോടിയൊക്കെ ഇന്നത്തെ വിലക്ക് മേടിക്കണമെങ്കിലേ കോടീശ്വരന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തൽക്കാലേ കഴിഞ്ഞ വർഷത്തെ ഓണക്കോടി തന്നെ ഇട്ടാ മതി. ഉപ്പച്ചിയെ നിങ്ങൾ കിടക്കും, ഞാൻ ആടട്ടെ. ഈയാണ് ഈ അടിക്കോ. ഞാൻ ഉന്തി തരാം. ഞാൻ കയറട്ടെ. കേറിക്കോ. ഓനെ ഞാൻ ശരിയാക്കി തരാം. അല്ല എന്താ പരിപാടി? മനസ്സിലായില്ല. ദിവാരേട്ട ഹാപ്പി ഓണോ? ഹാപ്പി ഓണോ കാട് നിൽക്കട്ടെ. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ എന്റെ മരത്തുമ്പിൽ ഊഞ്ഞാല് കെട്ടിയത്? അതിപ്പോ ദിവാരേട്ട ഓണല്ലേ, ഓണത്തിന് ഊഞ്ഞാലൊക്കെ ഉണ്ടാവൂലേ? അതുകൊണ്ട് എന്തു ആവാന്നാ? ഇതിനൊക്കെ ഒരു സാമാന്യ മര്യാദ ഇല്ലേ മൂസ? ഇതിനിപ്പോ എന്ത് മര്യാദയാണ്? ഓണം നമ്മളെ ദേശീയോത്സവല്ലേ? നിങ്ങൾക്ക് ദേശീയോത്സവമായിരിക്കും, പക്ഷേ എന്റെ മരത്തിൽ ഊഞ്ഞാല് കെട്ടുന്നതിന് മുമ്പ് എന്നോട് അനുവാദം ചോദിച്ചോ? ഊഞ്ഞാലിന്റെ കയറ് മുറുക്കി കെട്ടുന്നത് മൂലം മരത്തിന്റെ തൊലി പോവൂലേ? മാത്രല്ല ഊഞ്ഞാലുമെന്ന് ആരെങ്കിലും താഴെ വീണ് ചത്ത സ്ഥല ഉടമയായ എന്റെ പേരിലും കൂടി കേസ് വരും. ഊഞ്ഞാലാടുന്നത് ഇത്ര വലിയ തെറ്റാണെന്ന് നമ്മൾ അറിഞ്ഞില്ല ദിവാരേട്ട. നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? ഇത് ഉടനെ അഴിച്ചു മാറ്റിക്കൊള്ളണം, ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരും. എന്തെത്താണ് ദിവാകരേട്ട? ഇന്ന് ഓണല്ലേ, നിങ്ങളൊന്ന് സമാധാനിക്ക്. ഇന്നൊന്ന് ആട്ടുവോ? ഞാൻ എല്ലാരെയും ആട്ടി പുറത്താക്കും. വേഗം ഊഞ്ഞാലഴിച്ചോളി. എന്താണ് ദിവാകരേട്ട അത്? ഒരു ഓണക്കല്ലെന്ന് ആര് ഈ പായസം കുടിക്കി? എനിക്ക് വേണ്ട. പായസം ഒന്ന് കുടിച്ചു നോക്കി. നിങ്ങള് നിങ്ങളെ പൊരയിലേക്കുള്ള പായസോ ഞാൻ അകത്തെടുത്ത് വെച്ചിട്ട് കുടിച്ചു നോക്കി. എങ്ങണ്ട്? പാത്തൂനെ പോലെയല്ല,
പായസം കലക്കി. അല്ല പുറയുള്ളവർക്കും കൊടുക്കണോ? ഞാൻ റിസ്വാന്റെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. ആ. ആ, നല്ല ടേസ്റ്റ്, നല്ല മധുരവും. ദിവാരേട്ടാ, ഇതാണ് ഓണത്തിന്റെ മധുരം. എന്റെ പുരയിലുണ്ടാക്കിയത് നിങ്ങളെ പുരയിലേക്ക് തരുമ്പോ മനസ്സിന് ശരിക്കും പായസത്തിനേക്കാൾ മധുരം. അത് തന്നെ തിവാരേട്ടാ, നിങ്ങളിതാ ആ പായസം കുടിച്ചിട്ട് ഊഞ്ഞാൽ മേൽക്കൊന്ന് കയറി. പതുക്കെ. നല്ലോണം കുത്തിരിക്കേ. അടിപൊളി. സോറി മൂസ, ഈ ഊഞ്ഞാല് ഇവിടെ തന്നെ കിടന്നോട്ടെ, അയക്കണ്ട. കണ്ടോ, ദിവാകരേട്ടന്റെ മനസ്സ് മാറ്റിയത് ഓണാണ്. ആ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഹാപ്പി ഓണം. ഞമ്മക്ക് എല്ലാ ദിവസവും ഹാപ്പി ഓണല്ലേ ദിവാരേട്ടാ? പിന്നെ മൂസക്കായി ടെൻസ് എന്തിന്? ഫീസൂര്യനി റസി എന്നോട് എല്ലാം പറഞ്ഞു. 1000 നന്ദിയുണ്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞമ്മള് ടിവിന്റെ മുന്നിൽ തന്നെ കുത്തിരിക്കായിരുന്നു. ഇതിപ്പോ സദ്യയായി, പായസം ഉണ്ടാക്കി. ഇഞ്ച പായസത്തിന്റെ ടേസ്റ്റ് കാരണല്ലേ നിങ്ങളെ പിണക്കം മാറിയേ. ശരിക്കും ഇപ്പളാണ് ഓണ ഹാപ്പി ഓണായത്. ദാ എല്ലാരും വരി ഓണസദ്യ ഉണ്ടാ. ദാ ദിവാരേട്ട നിങ്ങൾ എന്തായാലും ഉണ്ടണം. നിങ്ങൾ എന്റെ ഓണം എന്തായാലും ഹാപ്പി ഓണാക്കി. മൂസയ്ക്കും ഫാമിലിക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.